സാൻകുട്ടി സഹോദരൻ നിർവഹിക്കുന്നതായിരിക്കും. ശുശ്രൂഷയ്ക്കായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. പ്രാരംഭമായി ഒരു ഡിക്ലറേഷൻ ഓഫ് പോളിസി, നയപ്രഖ്യാപനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ ഒരു പരിധിവരെ രൂപീകരിക്കുവാൻ ഈ 4-5 പോയിന്റ്സ് ഉതകും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഇടയിലെ ഒരു പ്രായമുള്ള സഹോദരൻ എഴുത്തുന്നതാണ്, ഞാൻ വായിക്കാം. 1. പ്രാദേശിക ബ്രദറൻ സഭകൾ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭകളെ പോലെ തന്നെ അതാത് സഭകളിലെ മൂപ്പന്മാരാൽ പരിപാലിക്കപ്പെടുന്ന സ്വതന്ത്ര സഭകളാണ് എന്ന് ഈ സമ്മേളനം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. 2. ആദിമ പ്രാദേശിക സഭകൾ തമ്മിൽ സമത്വാധിഷ്ഠിതമായ സഹവർത്തിത്വവും കൂട്ടായ്മയും പുലർത്തിയിരുന്നതുപോലെ ബ്രദറൻ സഭകൾ പരസ്പരം ആത്മീയ സാമ്പത്തിക മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന നല്ല കാര്യമാണ്. 3. ബ്രദറൻ സഭകളെ പൊതുവെ ബാധിക്കുന്ന കാര്യങ്ങളെ ആത്മീയ പ്രമാണങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കുവാൻ മുൻ പ്രസ്താവിച്ച സഹകരണ സാധ്യത ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് മാത്രമല്ല, അത് കാലത്തിന്റെ ആവശ്യമാണെന്ന് കൂടി ഈ സമ്മേളനം വിശ്വസിക്കുന്നു. 4. വിശ്വാസികൾ ദോഷം സഹിക്കാനും പീഡ അനുഭവിക്കാനും തയ്യാറായിരിക്കണമെന്ന തത്വം ശരിയാണെന്ന് ഒരിക്കലും ഭരണവ്യവസ്ഥ പ്രകാരമുള്ള അവകാശം നിഷേധിക്കപ്പെട്ടാൽ ക്രിസ്തീയ മാർഗത്തിലൂടെ അത് അധികാരികളെ അറിയിച്ച് പരിഹാരം നേടാൻ ശ്രമിക്കാൻ വേണ്ടതെന്നും ഈ സമ്മേളനം പൂർണ്ണമായി വിശ്വസിക്കുന്നു. 5. ഈ സമ്മേളനത്തെ മുൻകൈ എടുത്തവർക്കാകട്ടെ, ഇന്ന് ഇത് സംബന്ധിക്കുന്നവർക്കാകട്ടെ, ഇനി മുമ്പിൽ വർക്ക് ചെയ്യുന്നവർക്കാകട്ടെ സഭയുടെ ശോഭനമായ ഭാവിയല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇല്ല. ഈ 5 പോയിന്റ്സ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നാം മുന്നോട്ട് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കേരള ക്രൈസ്തവർ പ്രത്യേക ദൈവകൃപ ലഭിച്ചവരാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷം എത്തിയതിനാൽ അനേകർക്ക് കർത്താവിനെ അറിയുവാൻ ഇടയായി. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി നവീകരണത്തിന്റെ ഫലമായി വേദപുസ്തകത്തിന്റെ ആധികാരികതയും സുവിശേഷത്തിന്റെ ഉത്തരവാദിത്വവും മനസ്സിലാക്കാൻ ദൈവം നമ്മോട് കരുണ ചെയ്തു. ദൈവിക പരിപാലനത്തിന്റെ 111 വർഷങ്ങൾ കഴിഞ്ഞ ഈ അവസരത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ധാരാളം വകയുണ്ട്. എണ്ണം കൊണ്ട് വലിയൊരു കൂട്ടം അല്ലെന്ന് ഒരിക്കലും മറ്റനേക സഭ അപേക്ഷിച്ച് കേരളത്തിലെ ആത്മീയ സാമൂഹ്യ രംഗത്ത് നമ്മുടെ സംഭാവനകൾ ധാരാളമാണ് എന്നുള്ളതിന് സംശയമില്ല. അത് അനുഭവിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ സഭകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ നാം അധികം അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടത് നാം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് യോജിച്ച് ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ വൈഷമ്യങ്ങൾ പറയുകയും ഒരു സാധാരണ പൗരന് നിയമം അനുവദിക്കുന്ന, ഭരണഘടന അനുവദിക്കുന്ന നീതിയിൽ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുകയുമാണ്. ദൈവത്തിന് അനുശാസിക്കുന്ന പരിമിതിക്കുള്ളുന്നുകൊണ്ട് ഭരണകർത്താക്കളോട് ആവശ്യപ്പെടുകയാണ് നാം ചെയ്യുന്നത്. പ്രതിഷേധമോ പ്രക്ഷോഭമോ നമ്മുടെ രീതിയല്ല. ആകയാൽ ഒരു മനസ്സോടെ സഭകളുടെ സ്വാതന്ത്ര്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ഈ പരിമിതികൾ നിന്നുകൊണ്ട് വേണം നാം മുൻപോട്ട് പോകേണ്ടത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കൗൺസിലുണ്ട്, നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ, ദേശീയ ഉദ്ഗ്രഥന സമിതി. അതിന്റെ ഒരു മുദ്രാവാക്യമുണ്ട്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യയെ പോലുള്ള ഒരു മഹാരാജ്യത്തെ ഭിന്ന സംസ്കാരങ്ങൾ സമൂഹങ്ങളൊക്കെ ഉള്ളിടത്ത് ഒന്നിച്ചു പോവുക. അതുകൊണ്ടാണ് ഭാരതം തകരാതെ നിന്നത്. നാം പല സഭകളിൽ നിന്ന് വന്നവരാണ്, പലതരത്തിലുള്ള ചിന്തകൾ നമുക്കുണ്ട്. എന്നാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ആ മനോഭാവം മുന്നോട്ട് പോകേണ്ട ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി ചില പ്രത്യേകത പറയുവാനുണ്ട്. കടന്നു വന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ സമയ ചുരുക്കം മൂലം ചില ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. നാം ജില്ല തിരിച്ചോ ഏരിയ തിരിച്ചോ 26 ഗ്രൂപ്പുകളായി പിരിയുവാൻ പോവുകയാണ്. 15 മിനിറ്റ് നേരത്തേക്ക് നാം പല സ്ഥലങ്ങളായി കൂടി വരും. എല്ലാവർക്കും ചില ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യാവലി ലഭിക്കും. ഈ ചോദ്യാവലി നാം ഗ്രൂപ്പുകളായി ചിന്തിക്കാൻ പോവുകയാണ്. ഈ കാര്യത്തിൽ ചുമൽ കൊടുക്കുവാൻ ചില സഹോദരന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ചില വിശദീകരണങ്ങൾ നമുക്ക് നൽകും. ചോദ്യങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിലും ആൻസർ ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും ഓരോ ഫോം തരും. എന്നാൽ ഒരു സഹോദരൻ ആ ഗ്രൂപ്പിൽ ലീഡർ ആയിരിക്കും. ഓരോ ഗ്രൂപ്പിൽ നിന്നും ലഭിക്കുന്ന ആൻസറിന്റെ അടിസ്ഥാനത്തിൽ, സഹോദരൻ ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ ഈ ലീഡർ അവർക്ക് കിട്ടിയ പൊതു അഭിപ്രായം ഈ സ്റ്റേജിൽ വന്ന് പ്രസ്താവിക്കുന്നതാണ്. 3 മിനിറ്റ് കൊണ്ട് തീരണം. നമുക്കാകെ 15 മിനിറ്റ് മാത്രമേ ഗ്രൂപ്പായിട്ട് കൂടുന്ന സമയമുള്ളൂ. ഗ്രൂപ്പായിട്ട് കൂടുന്ന സഹോദരന്മാർ
15 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തിരിച്ച് ഇവിടെ വരണം. ഒരു പാട്ട് ആരംഭിക്കുമ്പോൾ ഇവിടെ വരേണ്ടതാണ്. ഇതിനുവേണ്ടി വോളണ്ടിയേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മറ്റൊന്ന്, നമുക്കൊരു സഭകളുടെ അഡ്രസ് രജിസ്റ്റർ ആവശ്യമാണ്. ഈ ഒരു കാര്യം ഉണ്ടായപ്പോൾ ഒരു സഭകളുടെയും കേരളത്തിലെ സഭകളുടെ പൂർണ്ണമായ അഡ്രസ് നമുക്ക് ഒരിടത്തും ലഭ്യമായില്ല. അതുകൊണ്ട് അനേകം അറിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാ സഭകളുടെ ഒരു അഡ്രസ് രജിസ്റ്റർ നാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമായിട്ടിരിക്കുന്നു. അതിനൊരു ഫോം ആ കമ്മിറ്റിയിൽ ആ ഗ്രൂപ്പിൽ തരും. ദയവ് ചെയ്ത് അത് കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്ത് തിരിച്ചു തരണം. ഇവിടെ സഭയിൽ ഈ മീറ്റ് വരാത്തവരെ ആ ഫോംസ് ഏൽപ്പിച്ച് എത്രയും ഏൽപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യം നാം പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ദൈവം അനുവദിച്ചാൽ ഈ മാസം 22-ാം തീയതി വെള്ളിയാഴ്ച കേരളത്തിലെ എല്ലാ സഭകളും ഈ വിഷയങ്ങളോട് പ്രാർത്ഥിക്കണം. സമയം പ്രത്യേകമായി തീരുമാനിച്ചിട്ടില്ല. എന്നാൽ എല്ലാ സഭകളും 22 ഒക്ടോബർ അതാ സ്ഥലം സഭകൾ കൂടി പ്രാർത്ഥനയ്ക്കായിട്ടൊരു ദിവസം വെറുതെ താല്പര്യപ്പെടുന്നു. ഭാവി പരിപാടികൾ മുന്നോട്ട് പോകുവാൻ നമുക്കൊരു ജനറൽ കമ്മിറ്റി ആവശ്യമാണ്. മുന്നോട്ട് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം, അതിനുവേണ്ടി ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ജില്ലയിൽ നിന്നും 3 പേരെ വീതം 3 പേരുടെ പേരുകൾ തരണം. അത് ആ ഗ്രൂപ്പിന്റെ ചുമതല വഹിക്കുന്നവർ ആ പേരുകൾ തന്ന് ഒടുവിൽ നാം ഇവിടെ വായിച്ച് അതിനുശേഷം എത്രയും വേഗം ഒരു ജനറൽ കമ്മിറ്റി വിളിച്ചുകൂട്ടി മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഈ ചോദ്യങ്ങളുടെ ഒരു സാമ്പിൾ ഞാനിപ്പോൾ പറയാം. അതിന്റെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഏകദേശം 6 ചോദ്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ സ്ഥലം സഭകൾക്ക് ബ്രദറൻ ചർച്ച് എന്ന പേര് സ്വീകരിക്കണമെന്ന് ലീഗൽ എക്സ്പേർട്സ് പറഞ്ഞിരിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അതിന്റെ കാരണം ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ സഭകൾക്ക് പല പേരുകളാണുള്ളത്. ചിലയിടത്ത് അസംബ്ലി ഹാൾ, ചിലയിടത്ത് പ്രയർ ഹാൾ, ചിലയിടത്ത് ഗോസ്പൽ സെന്റർ, ചിലയിടത്ത് ചാപ്പൽ, ചിലയിടത്ത് ആരാധനാലയം. ഇങ്ങനെ 50-ലധികം പേരുകൾ നാം സ്വീകരിക്കുന്നു. നമുക്കൊരു കോമൺ പേര് സ്വീകരിച്ചാൽ നന്നായിരിക്കുമെന്നാണ് അറിയുന്നത്. ആ നിലയിൽ സഭകളുടെ പേര് ഒരു ചർച്ചെന്ന് മാറ്റുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. അടുത്ത, സ്ഥലസഭകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനോട് യോജിക്കുന്നുണ്ടോ? നമുക്കറിയാം, നാം പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നമ്മുടെ ചർച്ച് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് കെട്ടിട നികുതി ഒഴിവായി കിട്ടും. അതുപോലെ ഇലക്ട്രിസിറ്റിക്ക് വേറെ താരിഫാണ്. വളരെ കുറഞ്ഞ റേറ്റ് കൊടുത്താൽ മതി. പുതുതായി എഴുതി തയ്യാറാക്കുമോ? വളരെ ക്ലിയർ ആണ്. സഭകൾക്ക് റെക്കോർഡ് വേണം. ജനന രജിസ്റ്റർ വേണം, മരണ രജിസ്റ്റർ വേണം, സ്നാനം രജിസ്റ്റർ വേണം, അതൊരു സഭാംഗങ്ങളുടെ പേര് വേണം. ഇതൊക്കെ ഒരു സഭയിൽ റെക്കോർഡ്. സഭയാണെങ്കിൽ ഒരു ചർച്ച ആണെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് വേണം. ഇതാരെ ഏൽപ്പിക്കട്ടെ? അവരുടെ സ്ഥലം സഭകളിൽ ഇത് എഴുതി സൂക്ഷിച്ചാൽ മതി. അങ്ങനെ രജിസ്റ്റർ ഇപ്പോൾ ഇല്ലെന്ന് വരികിൽ രജിസ്റ്റർ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അടുത്ത, പ്രതിസന്ധികൾ നേരിടുമ്പോൾ നിയമസഹായം എത്തിക്കുന്ന സംവിധാനം ആവശ്യമാണ്. നാം മൈനാഗപ്പള്ളി കേസ് അറിഞ്ഞു, തേനിയിലെ കാര്യം അറിയാം. മറ്റ് പല സ്ഥലങ്ങളിലും സുവിശേഷം ജയിലിലായിരിക്കുമ്പോൾ, പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ അവരെ ഒന്ന് സന്ദർശിക്കുവാൻ, അവർക്ക് ജാമ്യം എടുക്കുവാൻ ഇതിനൊക്കെ ഒരു ക്രമീകരണം വേണ്ടേ? നമുക്ക് ഈ കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ചോദിച്ചാൽ നമുക്ക് പറയാൻ മറുപടി വേണം. ഞങ്ങളെ സഭയിൽ ചോദ്യപ്പെടുത്തിയ സഹോദരന്മാരാണ്. അങ്ങനെ സഹായം ആവശ്യമാണെന്ന് വരികിൽ, സംവിധാനം ആവശ്യമാണെന്ന് വരികിൽ ഊവ് അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതണം. അടുത്ത, ഇപ്പോഴുള്ള സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സമ്മേളനങ്ങൾ നടത്തി വിശ്വാസികളെ വിശദവിവരങ്ങൾ അറിയിക്കണമോ? പല സ്ഥല സമൂഹങ്ങളിൽ കാര്യം അറിഞ്ഞുകൂടാ. ഈ അടുത്ത സ്ഥലങ്ങളില്ലാതെ ദൂരസ്ഥലങ്ങൾ പലർക്കും കാര്യം അറിഞ്ഞുകൂടാ. അപ്പോൾ സഹോദരന്മാരെ സ്ഥലസഭകളിലോ റീജിയനിലോ പോയിട്ട് സന്ദർശിച്ച് ഈ കാര്യങ്ങൾ അറിയിക്കണമോ? അടുത്തത്, കേരളത്തിലെ മുഴുവൻ സ്ഥലസഭയുടെയും വിലാസം എഴുതിയ രജിസ്റ്റർ വേണമോ? ഈ 6 ചോദ്യങ്ങൾ കൂടാതെ 3-4 ചോദ്യങ്ങൾ കൂടെ ചോദിക്കുവാനുള്ള സാവകാശമുണ്ട്. അത് അതാത് ഗ്രൂപ്പിൽ അതാത് ജില്ല കൂടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എഴുതി പറയാവുന്നതാണ്. ഇതിന്റെ ഉത്തരങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം ദയവായിട്ട് ഇവിടെ മടങ്ങി വരണമെന്ന് താല്പര്യപ്പെടുന്നു. ഇപ്പോൾ ഞാൻ പേര് വിളിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി പറയുന്ന സ്ഥലത്ത് പോയി അസംബിൾ ചെയ്യണം. ഈ ചോദ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഉത്തരം എഴുതി തിരിച്ചു വന്ന് ഇവിടെ ഇരിക്കണം. ഞാൻ പറയുമ്പോൾ ആ